അച്ഛാ. എന്തായി മോളെ, സ്നേഹയെ നീ കണ്ടോ? കണ്ടച്ചാ. എന്നിട്ട് നീ അവളെ കൂട്ടിക്കൊണ്ടു വന്നില്ലേ? അത് അച്ഛാ, ധനുഷിന്റെയും സ്നേഹയുടെയും വിവാഹം കഴിഞ്ഞു. ഞങ്ങളെല്ലാരും വേണ്ടാന്ന് പറഞ്ഞിട്ടും അവളെ കേൾക്കാതെ അവനോടൊപ്പം പോയി. അവളെ അച്ഛൻ മറന്നു കളഞ്ഞേക്കച്ചാ. നമ്മളിപ്പോ അവിടെ ചെന്നിട്ട് അച്ഛനോട് എന്താ പറയാ? സത്യം അതുപോലെ തന്നെ പറയുന്നല്ലേ ഏട്ടത്തി നല്ലത്. എപ്പോഴായാലും അച്ഛനിതറിയും. പിന്നെ നമ്മളായിട്ട് എന്തിനാ മറച്ചു വെക്കുന്നത്? ഏത് രീതിയിൽ കാര്യം അവതരിപ്പിച്ചാലും അച്ഛനത് താങ്ങാൻ പ്രയാസമായിരിക്കും. അതാലോചിക്കുമ്പോഴേ എനിക്ക്. സന്ദീപേ, നീ വണ്ടിയിരിക്കും, അവൻ്റെ അടുത്തേക്ക് തന്നെ പോകാൻ നമുക്ക്. എന്നിട്ട് അവൻ്റെ കൈയും കാലും തല്ലി ഒടിച്ച് അവളെ പിടിച്ചോണ്ട് വരാം. അതിന്റെ പുറകെ വരുന്ന കേസൊക്കെ ഞാൻ നോക്കിക്കോളാം. നന്ദേട്ടാ, നിയമപ്രകാരമായി സ്നേഹ ധനുഷിന്റെ ഭാര്യയായി കഴിഞ്ഞു. ഇനിയും എത്രയൊക്കെ തിരിച്ചു വിളിച്ചാലും അവള് അവന്റെ ഒപ്പം നിൽക്കൂ. ഇനിയും നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ തന്നെ നമ്മൾ കുറ്റക്കാരാവുള്ളൂ. പിന്നെ എന്ത് വേണമെന്ന് അർച്ചന പറയുന്നത്? ഇതൊക്കെ കണ്ടും കേട്ടും മിണ്ടാതിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഇതൊക്കെ അറിയുമ്പോൾ നമ്മുടെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ ഞാൻ തീർക്കും. അത്രയ്ക്ക് ദ്രോഹ അവിടെ ഇപ്പൊ കാണിച്ചത്. കളഞ്ഞേക്കേട്ടാ, ഇങ്ങനെ ഒരുത്തി കൂടെ പുറപ്പായിട്ട് ഇല്ലെന്ന് കരുതിയാ മതി. നെല്ലിശ്ശേരി വീടിന്റെ 7 അയലത്ത് പോലും രണ്ടിനെയും അടുപ്പിക്കരുത്. അച്ഛനോട് നമുക്ക് പറയേണ്ട രീതിയിൽ തന്നെ പറയാം. അച്ഛനത് മനസ്സിലാവും. അവന്തികേ, ആ എന്താച്ചാ? നീ വണ്ടി എടുക്ക്, നമുക്കൊന്ന് പുറത്തു പോകണം. അല്ലച്ചാ, ചോദിക്കുന്നോണ്ടൊന്നും കരുതരുത്. എവിടേക്കാണെന്ന് പറഞ്ഞാ? സ്നേഹ എവിടെയാണുള്ളതെന്ന് വെച്ചാ
അവിടേക്ക് തന്നെ. എനിക്ക് അവളെ ഉടനെ കാണണം, തിരിച്ചു വിളിച്ചുകൊണ്ട് വരണം. അല്ലച്ച, അത് നന്ദേട്ടൻ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടും അവൾ അവനോടൊപ്പമാണ് പോയത്. അത് ഞങ്ങൾക്ക് നല്ല വിഷമാവുകയും ചെയ്തു. അതേപോലെ അച്ഛൻ പോയി വിളിച്ചിട്ട് അവൾ വന്നില്ലെങ്കിൽ അതിപ്പോഴത്തെക്കാളും അച്ഛന് വിഷമമുണ്ടാക്കും. അതുകൊണ്ട് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ അച്ഛാ. ഒന്നും ആലോചിക്കാനില്ല. ഞാൻ പോയി വിളിച്ചാൽ അവൾ എൻ്റെ കൂടെ വരും. അവൾ എൻ്റെ മോളാ, എന്നെ വിഷമിപ്പിക്കില്ല അവള്. നീ വാ. എന്തായി മോനെ, അവൾ എന്തു പറഞ്ഞു? ഞാൻ അവളുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു. ഞാൻ വിളിച്ചു കൊണ്ടുവരാം അവളെ. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. ഞങ്ങൾ ചെന്നിട്ടും സ്നേഹ ധനുഷിനൊപ്പം പോയച്ച. ഞങ്ങൾ പറഞ്ഞൊന്നും അവൾ കേട്ടില്ല. അവള് വലിയ വാശിയില്ല. നമ്മള് അങ്ങോട്ട് പോവാതിരിക്കുന്നത് നല്ലത്. അതെ അച്ഛാ, ഞങ്ങളുടെ കൺമുന്നിൽ വെച്ചാണ് അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. ഞങ്ങൾക്ക് തടയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവളുടെ സംസാരം ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തു. ഇനി അച്ഛനും കൂടി അവളുടെ അടുത്ത് പോയി നാണം കിടണ്ട. അപ്പോ ഞാൻ നേരിട്ട് പോയി വിളിച്ചാലും ഇനി അവൾ വരില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അച്ഛാ, ധനുഷും സ്നേഹയും ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരാ. നിയമപരമായി അവർ വിവാഹം ചെയ്ത് കഴിഞ്ഞു. ഇനിയും അവരെ പിരിക്കാൻ നോക്കുന്നത് ഏത് രീതിയിലും തെറ്റാണ്. പോലീസ് പ്രൊട്ടക്ഷനും നിയമമൊക്കെ അവരുടെ കൂടെ നിൽക്കുവച്ചാ. നമ്മളാരെയും അവൾക്ക് ആവശ്യമില്ലാത്ത മട്ടില്ല അവൾ ഞങ്ങളോട് സംസാരിച്ചിട്ട് പോയത്. അവള് പോകുന്നെങ്കിൽ പോട്ടെ അച്ഛ. നമ്മളെ വേണ്ടാത്തവരെയും മനസ്സിലാക്കാത്തവരെയും നമുക്കെന്തിനാ? അവള് അവൻ്റെ ഒപ്പം പോയി ജീവിക്കട്ടെ. അങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോൾ അവൻ്റെ തനി നിറം അവൾക്ക് മനസ്സിലാവും. അതോടെ അവളൊരു പാഠം പഠിച്ചോളും. അപ്പോൾ അവൾക്ക് മനസ്സിലാവും നമ്മൾ പറയുന്നതൊക്കെ സത്യമായിരുന്നു. അങ്ങനെ ഒരു വാശി നമ്മൾ കാണിക്കുമ്പോൾ തകരുന്നത് അവളുടെ ജീവിതം തന്നെയാണ്. അവൻ ആരെന്നും അവൻ്റെ സ്വഭാവം എന്താണെന്നും അവൾ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും അവളുടെ ജീവിതം അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അച്ഛാ, പിന്നെ അവളെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അതാ ഞാൻ അവളെ വിളിച്ചു കൊണ്ടുവരാന്ന് കരുതിയത്. അച്ഛൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എത്ര സ്നേഹിച്ചാലും മനസ്സിലാക്കാത്ത ചിലരില്ലേ അച്ഛ നമ്മുടെ ചുറ്റിലും. അവളും അങ്ങനെ ഒരാളാണെന്ന് കരുതിയാൽ മതി. സന്ദീപ് പറഞ്ഞ പോലെ അവളുടെ ജീവിതത്തിൽ നമുക്കൊരു സ്ഥാനം അവൾ തന്നിട്ടില്ല. അവളെ വളർത്തിയതും സ്നേഹിച്ചതും ഒക്കെ നമ്മുടെ കടമ മാത്രമായിരുന്നു. ആ കടമ പക്ഷെ നമ്മൾ നന്നായിട്ട് നിറവേറ്റി. ആ സംതൃപ്തിയിൽ ഇനി അങ്ങോട്ട് ജീവിക്കാനേ നമുക്ക് കഴിയും. അതോർത്ത് ആശ്വസിക്കാനേ കഴിയും. ഇന്നു മുതൽ അച്ഛന് 3 ആൺമക്കളേ ഉള്ളൂ. ഉണ്ടായിരുന്നൊരു മോള് മരിച്ചുപോയെന്ന് കരുതിയാൽ മതി. ഇനി ഒരിക്കലും സ്നേഹം നമ്മുടെ ആരുടെയും കൺമുന്നിൽ വരരുതെന്ന് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല അച്ഛാ. അവന്റെ സ്വഭാവമൊക്കെ അറിഞ്ഞ് അവളുടെ ജീവിതം നശിച്ചു പോയാലും എൻ്റെ അനിയത്തിയായി എനിക്കിനി അവളെ കാണാൻ കഴിയില്ല അച്ഛാ. ഒരു ജന്മം മുഴുവൻ നിൽക്കാനുള്ളത് ഇന്നൊരു ദിവസം കൊണ്ട് അവൾ എന്നോട് ചെയ്തു. അത്രയും ദേഷ്യം എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാ ഞാൻ കരയാതെ പിടിച്ചു നിൽക്കുന്നത്.
എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോ പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലം തന്നെ നല്ലത്. സൗകര്യങ്ങളൊക്കെ കുറവാണ്, പക്ഷേ ചില ചില്ലറ ഒരുക്കങ്ങളൊക്കെ നടത്തിയ നല്ല ഒന്നാന്തര ഒരു മണിയറ ഞാൻ ഒരുക്കി തരാം. അത് മതി ധനുഷ്. എനിക്കധിക സൗകര്യങ്ങളൊന്നും വേണ്ട. എത്ര ചെറിയ സാഹചര്യത്തിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളാം. എവിടെയായാലും ധനുഷിന്റെ ഒപ്പം എനിക്ക് സന്തോഷം തന്നെയാണ്. എന്തു പറ്റി ധനുഷ്? ഇത്രയും കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? സ്നേഹ, നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതിനേക്കാളും വലിയ സന്തോഷം ഇനി എന്റെ ജീവിതത്തിൽ വരാനില്ല. പക്ഷേ നമ്മുടെ സന്തോഷം മാത്രം നോക്കിയാൽ മതിയോ? ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി കല്യാണം കഴിച്ചു നമ്മള്. നിന്റെ ആങ്ങളമാരും അർച്ചനടുത്തിയും ഒക്കെ വന്ന് ബഹളം ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ പിടിച്ചു നിന്നു. പക്ഷേ ഇപ്പൊ നിന്റെ അച്ഛനെക്കുറിച്ച് ഞാൻ ഒരു നിമിഷം ഓർത്തുപോയി. സത്യത്തിൽ അദ്ദേഹത്തോട് നമ്മൾ വലിയ തെറ്റാ ചെയ്തത്. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇതൊക്കെ ചെയ്തത്. പക്ഷേ ചെയ്ത തെറ്റ് തിരുത്തണമെന്ന് എനിക്കിപ്പോ തോന്നുന്നു. എങ്ങനെ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അച്ഛന് നിന്നോടുള്ള സ്നേഹം എത്ര വലുതാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നീ ഇറങ്ങിപ്പോരുന്നതോടെ അച്ഛൻ തളർന്നു വീണ് കാണും. വിഷമിക്കണ്ട, നമുക്ക് അച്ഛനെ പോയി കാണാം. ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് ചോദിക്കാം. അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കണം. നമുക്ക് നെല്ലിശ്ശേരിയിലേക്ക് പോവാം. വേണ്ട ധനുഷ്, അവിടെ ആരും നമ്മളെ കയറ്റില്ല. ധനുഷിനെ അവർ തല്ലിക്കൊല്ലും. ഇപ്പൊ ധനുഷിന്റെ ഭർത്താവ. എന്റെ കൺമുന്നിൽ വെച്ച് ധനുഷിന് അവരെന്തെങ്കിലും ചെയ്ത എനിക്കത് സഹിക്കില്ല. അതൊന്നും സാരമില്ല. അതിനേക്കാളൊക്കെ നമുക്കിപ്പോ വലുത് നിന്റെ അച്ഛൻ്റെ ആരോഗ്യമാണ്. നമ്മൾ കാരണം അച്ഛൻ ഒരാപത്തും സംഭവിച്ചുകൂടാ. നീ തിരിച്ചു ചെല്ലണമെന്ന് അച്ഛൻ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ? ധനുഷ് പറഞ്ഞതാണ് ശരി. വെല്ലുവിളിച്ചവന്മാരുടെ മുന്നിലേക്ക് സ്നേഹയുടെ കൈയും പിടിച്ച് കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് ഒരു മാസ് ഐറ്റം തന്നെയായിരിക്കും. എനിക്കാരോടും വാശിയൊന്നും ഇല്ല മൂർത്തി. പക്ഷെ എനിക്ക് വാശിയുണ്ട്. അത് അച്ഛനോടല്ല, എന്റെ ഏട്ടന്മാരോടുമല്ല. പിന്നെ ആരോട്? പിന്നെയുണ്ടല്ലോ അവിടെ ആളുകള്. നെല്ലിശ്ശേരിയുടെ സർവാധികാരികളായി സ്വയം വിചാരിക്കുന്നവർ. അർച്ചനയുടെ കാര്യം തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവരെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെപ്പോലൊരു ദുഷ്ടനെ അവർ എതിർക്കുന്നത് തന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ധനുഷ് ദുഷ്ടനാണോ അല്ലയോ എന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടേ? എന്റെ ഭർത്താവാകാൻ എന്തുകൊണ്ട് യോഗ്യതയുള്ള ആളാ ധനുഷ്? ധനുഷിന്റെ കൈയും പിടിച്ച് എനിക്ക് നെല്ലിശ്ശേരിയുടെ പടി കയറി ചെല്ലണം. എന്റെ ആഗ്രഹം ഞാൻ സാധിച്ചത് അവരുടെ മുമ്പിൽ എനിക്ക് കാണിച്ചു കൊടുക്കണം. അച്ഛൻ അനുഗ്രഹിക്കുന്നെങ്കിൽ അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ ശപിക്കട്ടെ. സ്വന്തം മകളുടെ കല്യാണം നടക്കുന്നത് കണ്ണു നിറയെ കാണാനും ആ കൈ പിടിച്ച് മരുമകന്റെ കയ്യിൽ കൊടുക്കാനും ഏതൊരച്ഛനും ആഗ്രഹിക്കും. സഹോദരി സുമംഗലിയാകുന്നത് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളുടെ സഹോദരന്മാർ തന്നെയല്ലേ? പക്ഷേ അതിനൊന്നുമുള്ളൊരവസരം നമ്മൾ അവർക്ക് കൊടുത്തിട്ടില്ല. സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അവർ നമ്മൾ എന്തൊക്കെ ചെയ്താലും അവർ നിന്റെ അച്ഛനും സഹോദരങ്ങളുമാണ്. രണ്ട് തല്ല് കിട്ടിയാലും കുഴപ്പമില്ല. പ്രശ്നങ്ങളെല്ലാം ഇതോടെ തീരുമെങ്കിൽ അത് തന്നെയാ നല്ലത്. ധനുഷ് പറഞ്ഞതാ ശരി. നമുക്ക് അച്ഛനെ കാണണം.
അനുഗ്രഹം വാങ്ങിക്കണം. പിന്നെ അർച്ചനയുടെ മുമ്പിൽ എനിക്ക് നിവർന്ന് നിൽക്കണം. മരണം വരെ ഇനി ഞാൻ ഈ കൈ വിടില്ലെന്ന് എനിക്ക് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. സ്നേഹ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നോ? ഇത് എൻ്റെ വീടായതുകൊണ്ട്. ഞങ്ങൾക്ക് അച്ഛനെ ഒന്ന് കാണണം. അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങുകയും വേണം. അതിന് പറ്റിയൊരു സാഹചര്യം അല്ല ഇപ്പോ. നിന്നെ കണ്ട വലിയ പ്രശ്നം ഉണ്ടാവും. എന്ത് പ്രശ്നം? ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ വന്നതിന് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? ധനുഷ് അകത്തേക്ക് വാ. അച്ഛാ, കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഇന്ന് ഞങ്ങള് വിവാഹം കഴിച്ചു. എല്ലാം മറന്ന് അച്ഛൻ ഞങ്ങൾ രണ്ടുപേരെ അനുഗ്രഹിക്കണം. മനസ്സറിഞ്ഞ് തരേണ്ട ഒന്ന് അനുഗ്രഹം, അതും സ്നേഹമുള്ളവർക്ക്. എന്നെ ചതിച്ച നിന്നെ ഇവനെയും ഞാൻ അനുഗ്രഹിക്കണം. ഞാൻ ആരെയും ചതിച്ചിട്ടില്ലെന്ന് പൂർണ്ണ ബോധ്യം ഉള്ളിടത്തോളം കാലം അച്ഛൻ പറയുന്നു എനിക്കൊരു വിഷമമില്ല അച്ഛൻ. ഈ വീട്ടിലെ എല്ലാവരോടും ഞാൻ എത്ര തവണ പറഞ്ഞതാ എനിക്ക് ധനുഷിന് ഇഷ്ടമാണെന്ന്. ഞങ്ങളുടെ വിവാഹം നടത്തി തരണമെന്ന് ആരെങ്കിലും കേട്ടോ? അച്ഛൻ്റെയും ഏട്ടന്മാരുടെയും വാക്കിനെതിർത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് അവനോട് എന്തുമാത്രം ഇഷ്ടമുണ്ടായിരിക്കണം. മറ്റാരും എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ അച്ഛൻ എന്നെ മനസ്സിലാക്കാതെ പോവരുത്. എനിക്ക് ഈ ഭൂമിയിൽ സ്വന്തമെന്ന് തോന്നിയിട്ടുള്ളത് എൻ്റെ അച്ഛനെയാണ്. എന്നെ അച്ഛന് മനസ്സിലാവാമെന്ന് കരുതിയ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി പുതിയൊരു ജീവിതത്തിലോട്ട് കടക്കാൻ. ഈ വീട്ടിലും അച്ഛൻ്റെ മനസ്സിലും എന്നെ പടിയടിച്ച് പിണ്ടം വെച്ച് കഴിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അച്ഛൻ. ധനുഷ്, നമുക്ക് പോവാം. നമുക്ക് നമ്മളെ ഉള്ളൂ. വാ. നിക്ക്. നീ ധനുഷിനെ വിളിച്ച് അകത്തേക്ക് വാ.